ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു ക്രൈസ്തവ ജീവിതത്തിൽ ഏറ്റവും വലുത് അനുഗമിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ക്രിസ്തുവിനെ നമ്മൾ അനുഗമിക്കുന്നതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനി എന്ന പേര് വിളിക്കപ്പെടും. അനുഗമിക്കുന്നവരുണ്ട്, അനുകരിക്കുന്നവരെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നോമ്പിൻ്റെ ദിവസങ്ങളിലൊക്കെയും നമുക്ക് ഈ കുരിശും ചുമന്ന് അനേകം ആളുകൾ ഒന്നെങ്കിൽ മലയാറ്റൂർ മല കയറുവാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങൾ നമ്മൾ പോകാറുണ്ട്. കുരിശെടുത്തുകൊണ്ടായിരിക്കാം, മറ്റെന്തെങ്കിലും നോമ്പെടുത്ത് ഉപവസിച്ചെങ്കിൽ പല കാര്യം അനുകരിക്കാറുണ്ട്. കർത്താവ് നോമ്പെടുത്തു എന്നതിൻ്റെയൊക്കെ അനുകരണങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ദൈവം പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ അനുകരിക്കുന്നേക്കാൾ നല്ലത് ദൈവം ഇങ്ങനെ പറയുകയാണ്. ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വാക്യം പറയുകയാണ്, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് താൻ പറഞ്ഞു, യേശുക്രിസ്തു പറയുകയാണ്, എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവനാരോ അവൻ സ്വയം ത്യജിച്ച് പ്രതിദിനം തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരാം. നമ്മൾ നോമ്പിൽ മാത്രം കുരിശെടുത്തുകൊണ്ട് പോയിട്ട് അനുകരിച്ചിട്ട് കാര്യമില്ല. സ്വയം പരിത്യജിക്കണം. ഞാനൊന്നുമില്ലാത്തവനായി തീരണം. സ്വന്തം കുരിശ്, എനിക്കുണ്ടാകുന്ന കുരിശുകൾ അത് പലതുമാവാം. പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധി, രോഗങ്ങൾ, അങ്ങനെ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന അനേകം കുരിശുകളുണ്ട്. അത് നീ എടുത്തിട്ട് വേണം പിന്നാലെ പോകാനല്ല. നമ്മൾ ഈ ഭൗതികമായി കാണുന്ന അനുകരിച്ചതുകൊണ്ട്, കർത്താവ് കുരിശെടുത്ത് കാൽവരി ക്രൂശിൽ പോയതുകൊണ്ട് ഞാനും കുരിശെടുത്ത് പോകുന്നു, അത് അനുകരണം മാത്രമാണ്. നീ യഥാർത്ഥത്തിൽ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവം പറഞ്ഞ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ ചെയ്യാം. നിന്നെ തന്നെ ഇല്ലാതാക്കുക എന്ന് വെച്ചാൽ നിന്നിലുള്ള എല്ലാ തിന്മകളും ഇല്ലാതാക്കി തീർക്കുക. നിന്നിലുള്ള തിന്മകളുടെ സ്വാധീനങ്ങൾ, പാപങ്ങൾ, പാപപ്രലോഭനങ്ങൾ തുടങ്ങി എല്ലാം ഇല്ലാതാക്കി നീ എന്ത് ചെയ്യണം? നിനക്ക് നേരിടുന്ന, നിൻ്റെ ജീവിതത്തിൽ നീ ഫേസ് ചെയ്യുന്ന എല്ലാ കുരിശുകളെയും നീ ഏറ്റെടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവിന് പിന്നാലെ പോകും. ഇതാണ് യഥാർത്ഥത്തിൽ അനുഗമനം എന്ന് പറയുന്നത്. ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക, എൻ്റെ ജീവിതം കർത്താവിനെ അനുഗമിക്കുകയാണോ അനുകരിക്കുകയാണോ എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും എനിക്കും നിങ്ങൾക്കും കൃപ നൽകട്ടെ. ആയത് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നമ്മെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.